ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിയിൽ അടിയറവും പറഞ്ഞ് പോക്കറിനൊടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മൂത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ്. മജീദ്, ബാല്യകാലസഖി എന്ന നോവലിലെ നായകൻ. ഒന്നും ചേർന്നാൽ ഇമ്മിണി ഭല്യ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്നും മജീദ് ഉത്തരം കണ്ടെത്തുന്നത്. വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രമാണിത്. പാത്തുമ്മ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹി മൂത്ത സഹോദരി. ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം. സാറാമ്മ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണിത്. കേശവൻ നായരുടെ പ്രേമഭാചനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. സുഹറ. ബാല്യകാല സഖി എന്ന നോവലിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് സുഹറ. രാമൻ നായരെ അതുപോൽ മൂച്ചിട്ടു കളിക്കാരനെ നമുക്കായി തന്നു. കുട്ടിയായിരുന്നപ്പോൾ മഹാത്മാഗാന്ധിയെ തൊട്ടു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് മതിലുകൾ. അതിലെ ഏറ്റവും കേന്ദ്ര കഥാപാത്രമാണ് നാരായണി. സമരത്തിൽ ലയിച്ചോരല്ലേ നാടുകളൊരു പാട് താണ്ടി. സൈനഭ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായിക കഥാപാത്രം. ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനഭ. ആടൊരു സുഗന്ധമൊട്ട് അഹം ബ്രഹ്മ പൊരുൾ തേടി സൂഫി സമതിൽ കേറി അനൽഹക്ക് തിരുമന്ത്രം ഉരുവിട്ടോരാം എല്ലാം അഹദോന്റെ പൊരുളാണെന്നറിഞ്ഞവരാ. ജീവിതമതെന്തെന്ന് അനന്ത പ്രാർത്ഥന എന്ന് ജമാലോടെ പറഞ്ഞതും സമർത്ഥിച്ചന്ന് സകല ജന്തുക്കളും ജഗത്തിൻ്റെ ഉടമസ്ഥരാം. ചെങ്കോല് തൂലികയാം കിരീടമോ എഴുത്തുമ ചെന്താരം മറഞ്ഞു പോയി മദ്ഹ് പാടാം. ബേപ്പൂർ സുൽത്താന്റെ സ്മരണയിൽ അമർദും കാണാം. മലയാള കരയുടെ അഭിമാന തിരുജ്യോതി മലയാള കഥകൾക്ക് ഉയിരുമേകി വൈക്കം മുഹമ്മദ് ബഷീർ എന്നോർ സുവനം പുൽകി.